ലോകമെമ്പാടും മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ സീറോ മലബാർ വിശ്വാസികൾക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ ഈ നിമിഷത്തിൽ ആശംസിക്കുകയാണ്. രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ദുഃഖ്രാന തിരുനാൾ കൊണ്ടുവരുന്നത്. സുവിശേഷത്തിൽ കാണുന്ന തോമാ ശ്ലീഹ കർത്താവിൻ്റെ മുറിവുകൾ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് നിശ്ചയദാർഢ്യത്തോടെ കാണുകയും ചെയ്തു. തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. മറ്റുള്ളവരുടെ മുറിവുകൾ അത് ആത്മീയമായതായാലും മാനസികമായതായാലും ശാരീരികമായാലും അത് കാണാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ ദിനത്തിൽ ഏത് തരത്തിലുള്ള മുറിവുകളും എല്ലാവർക്കുമുണ്ട്. ആ മുറിവുകളിൽ കാണാനുള്ള ഔത്സുക്യം, അങ്ങനെയുള്ള മുറിവുകളുള്ളവരെ തേടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള താല്പര്യം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായിട്ട്. രണ്ടാമത്തേത്, തോമാ ശ്ലീഹ മുറിവ് കണ്ടപ്പോൾ ചെയ്തത് ഒറ്റ കാര്യമാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ക്രൈസ്തവ കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ എന്താണ്? അപരൻ്റെ മുറിവുകൾ കാണുമ്പോൾ അത് ആത്മീയമായതായാലും ശാരീരികമായതായാലും മാനസികമായതായാലും ചിലപ്പോൾ സാമ്പത്തിക മുറിവുകളുണ്ടാകാം. ഇതൊക്കെ കാണുമ്പോൾ ഒരുമിച്ച് ചേർന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്നവരുടെ കൂട്ടായ്മയുടെ പേരാണ് ക്രൈസ്തവ കൂട്ടായ്മ. ഈ ദുഃഖ്രാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ ഈ രണ്ട് ചിന്തകളും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ആഗോള സഭയിൽ മാർത്തോമായുടെ മക്കൾ ഇപ്പോൾ കൂടുതൽ പ്രസരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്കിപ്പോൾ അവരെ കാണാൻ സാധിക്കും. ഞാൻ യൂറോപ്പിലാണ് താമസിക്കുന്നത്. യൂറോപ്പിൽ നമുക്കിപ്പോൾ 176 സമൂഹങ്ങളുണ്ട്. ഈ സമൂഹങ്ങളും മറ്റുള്ള കോണ്ടിനെൻറ്റുകളിലുള്ള എല്ലാ സഭാ സമൂഹങ്ങളും മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാനായിട്ട്, കർത്താവിൻ്റെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുഃഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.